بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك يا رب لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما تنفعنا به يا رب العالمين اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا وبعد السلام عليكم ورحمة الله وبركاته إن شاء الله നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് വിപരീത ഗുണങ്ങൾ ഇല്ലാത്ത സിഫിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതിൽപ്പെട്ട രണ്ടാമത്തെ സിഫനെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കൽക്കലയാണ്. കൽക്കല എന്ന് പറഞ്ഞാല് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ശക്തമായ കുലുക്കം, ഇങ്ങനെയെല്ലാം കൽക്കല എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പം കൽക്കലന്റെ അക്ഷരങ്ങൾ എന്തൊക്കെയാണ്? ഖുതുബ് ജദ്ദാണ് കൽക്കലന്റെ അക്ഷരങ്ങൾ. ഖാഫ്, അതുപോലെ തോ, അതുപോലെ ബ, ജീം, ദാൽ, ഇതാണ് കൽക്കലന്റെ ലെറ്റേഴ്സ്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് കൊൽക്കലന്റെ ലെറ്റേഴ്സിന് കൊൽക്കല വന്നേ? അതിന്റെ കാരണം നമുക്കറിയാം. ഈ അക്ഷരങ്ങൾക്ക് ഈ കൊൽക്കല ചെയ്യാനുള്ള കാരണം തന്നെ എന്താണ്? അതിന്റെ മഹ്റജാണ് അല്ലെ. നമ്മൾ പറയുന്ന സമയത്ത് കൂട്ടിമുട്ടും, മഹ്റജുകൾ തമ്മിൽ കൂട്ടിമുട്ടി. പുറത്തു വരുന്നില്ല, പുറത്തു വരൂല, അബ്, അദ്, അദ്, ഇങ്ങനെ കൽക്കല വരുന്നത് നമ്മൾ നോക്കാൻ എപ്പോഴാണ്? സുക്കൂനുള്ള ടൈമാണ്. ഫതഹയോ കെസ്രയോ ദുമ്മയോ ഉള്ളവരും നമ്മൾ കൊൽക്കല ചെയ്യൂല. ഓക്കെ, അന്നേരം കൊൽക്കല ഇല്ല. കൊൽക്കല വരുന്നത് കാരണം അതെല്ലാം നമ്മൾ ആ ഹർക്കകൾക്ക് വേണ്ടി മഖ്റജ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ മഖ്റജ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അതവിടെ ഓപ്പൺ മഖ്റജുകൾ നമ്മൾ കൂട്ടുമുട്ടിക്കഴിഞ്ഞേരം ഈ സൗണ്ട് അവിടെ ബ്ലോക്കായി. ഓക്കെ, ഈ സൗണ്ട് ബ്ലോക്ക് ആകുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്? അവിടെ ഈ അക്ഷരത്തിനുള്ള മറ്റുള്ള സിഫകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഗുണമുള്ള സിഫയില് എയറും പോവില്ല, ജഹിറാണ്. അതുപോലെ തന്നെ സൗണ്ട് ഇപ്പം ബ്ലോക്കായി, മഖ്റജ് പൂട്ടിക്കഴിഞ്ഞാൽ ഷിദ്ദ സംഭവിച്ച് കഴിഞ്ഞ്. അപ്പൊ മഖ്റജ് ബ്ലോക്കായ സമയം ഈ അക്ഷരത്തിന് ശബ്ദം പുറത്തേക്ക് വരാൻ ഒരു വഴിയും ഇല്ല. അവിടെ ബ്ലോക്കായി കിടക്കുമ്പം അത് ഈ അക്ഷരത്തിന്റെ ശബ്ദത്തിനെ പുറത്ത് കൊണ്ടുവരാനുള്ളൊരു വഴിയാണ് ഈ കൊൽക്കല. ഓക്കെ, അപ്പൊ ഈ ഷിദ്ദ ജഹർ ഉണ്ടല്ലോ, അത് ഈ അക്ഷരങ്ങളുടെ ഹക്കാണ്. അത് കാരണം ഉണ്ടായ മുസ്തഹക്കാണ് കൊൽക്കല. നമുക്കറിയാം ഷിദ്ദയും ജഹറും എങ്ങനെയാണ്? ശക്തി കൂടിയ സിഫയാണ്. അതേപോലെ തന്നെ ശക്തി കൂടിയ സിഫ തന്നെയാണ് കൊൽക്കല. അതുകൊണ്ട് തന്നെ ഈ ലെറ്റേഴ്സ്, ഇതിലുള്ള അക്ഷരങ്ങൾ എന്താണ്? ഖവിയ്യ് കാറ്റഗറിയിൽ പെട്ടതാണ്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതിന്റെ അക്ഷരങ്ങളുടെ സിഫാത്തിന്റെ ശക്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കും. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അക്ഷരങ്ങള്, കൊൽക്കലന്റെ അക്ഷരങ്ങൾ വരുന്നത് എങ്ങനെയാണ്? ആ ഒരു മഖ്റജിൽ ഒരു അനക്കം ഉണ്ടാക്കും. ഇപ്പൊ എന്ന് പറയുമ്പോൾ കണ്ട, മഖ്റജിന് ഒന്ന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു കുലുക്കം ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. ഇവിടെ സംഭവിക്കുന്ന എന്താണ്? നമ്മളിപ്പോ ഇത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം. എന്താണ്? സുക്കൂനായ സാധാരണ സുക്കൂന്റെ അക്ഷരങ്ങൾ എങ്ങനെയാണ് കൂട്ടിമുട്ടുക അല്ലെ? മഖ്റജുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സംഭവമാണ്. ഇപ്പൊ എന്ന് പറയുന്നതാണ് മഖ്റജുകൾ നമ്മൾ കൂട്ടിമുട്ടിയ സമയത്താണ് എന്ന് വന്നത് അല്ലെ. അതേസമയം ഈ സുക്കൂനുള്ള അക്ഷരങ്ങൾ പറയുമ്പോൾ നമ്മളെ ലോവർ ജോ, താഴെയുള്ള താടി അനങ്ങാൻ പാടില്ല. അനങ്ങിക്കഴിഞ്ഞാല് അത് വേറെ ആയിട്ട് അക്ഷരമായിട്ട് മാറും. അപ്പൊ നമ്മളതിനെ എന്നെല്ലാം പറയുമ്പോൾ ശരിക്കും ആ സുക്കൂനിൽ ശരിക്കും വെക്കുക, ഈ നമ്മളെ ലോവർ ജോ അനക്കാണ്ട്. പക്ഷേ കൊൽക്കലന്റെ അക്ഷരങ്ങളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, നമ്മളിപ്പോ നേരത്തെ സുക്കൂൻ തന്നെയാണ് കൊൽക്കലക്കും വരുന്നത് അല്ലെ. ഈ സുക്കൂൻ പറയുന്ന സമയം മറ്റുള്ള അക്ഷരങ്ങളെ പോലെ അല്ല. കൊൽക്കലന്റെ അക്ഷരങ്ങൾ എന്താണ്? മഖ്റജ് വേർപ്പെടുത്തുമ്പോഴാണ് നമ്മളെ ശബ്ദം കേൾക്കുന്നത് അല്ലെ. സെപ്പറേഷൻ ചെയ്യുന്ന സമയമാണ് ശബ്ദം കേൾക്കുന്നത്. അബ്, നമ്മൾ അബ് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേട്ടിട്ടില്ല അല്ലെ. പക്ഷെ എന്താണ്? മഖ്റജുകൾ വേർപ്പെടുത്തിയ സമയം നമ്മൾ ആ ശബ്ദം പുറത്ത് കേട്ട്. പക്ഷെ നമ്മൾ ഇനി മഖ്റജുകൾ ഈ കൊൽക്കലന്റെ അക്ഷരങ്ങൾ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഈ കൊൽക്കല അക്ഷരങ്ങൾക്ക് പിന്നെ അതിന് മുതഹരിക്കയില് കൊൽക്കല ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്? മുതഹരിക്കയില് കൊൽക്കല ചെയ്യൂല എന്നുള്ള അഭിപ്രായത്തിനെയാണ്. കൊൽക്കലക്ക് സുക്കൂനുള്ള അവസ്ഥയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. കൊൽക്കലന്റെ ലെറ്റേഴ്സിന് സുക്കൂന് വരുന്ന സമയത്താണല്ലോ നമ്മൾ കൊൽക്കല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇതിന്റെ ശക്തികളിലും ഒക്കെ വ്യത്യാസമുണ്ട് കൊൽക്കല ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമുക്ക് കൊൽക്കല ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതാണ് ഇതിന്റെ തലങ്ങൾ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ആദ്യം കൊൽക്കല ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് ആദ്യം നോക്കാം. എന്തൊക്കെയാണ് കൊൽക്കല നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്,
നമ്മള് ഹർക്കന്റെ ശബ്ദമായി പോകാൻ പാടില്ല ചെയ്യുന്നത്. ചില ആൾക്കാർ എങ്ങനെയാ പറയാ, ഇപ്പം പിന്നെ ലഖദ് കാന എന്നുണ്ടെങ്കിൽ ലഖദി കാന, അതായത് മഹ്റജിന് ഈ നീട്ട് ഒരു അല്ലെങ്കിൽ ഒന്നിക്കൽ ആ ഒരു ലോവർ ജോ നമ്മൾ അനക്കിയാലാണ് ആ ഒരു കെസറ പോലത്തെ സൗണ്ട് വന്നത്. നമ്മുടെ ലോവർ ജോ അനക്കാണ്ട് പറയും ലോക്കാത്, അത് പെട്ടെന്ന് ഇളക്കണം, അവിടെ നിൽക്കാൻ പാടില്ല. പക്ഷെ ആൾക്കാർക്ക് കുറെ നീട്ടിക്കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ ഒരു നീളും. ചില ആള് ഖുൽ ഹുവല്ലാഹു അഹദ്, കണ്ട നീണ്ടില്ലേ. അസ്വമദ്, അങ്ങനെ പാടില്ല. അസ്വമദ് അത് ആ പറയലോടുകൂടി അത് പെട്ടെന്ന് തന്നെ തീർക്കണം. അതേപോലെ ചില ആൾക്കാർ ഖുൽ ഹുവല്ലാഹു അഹദ് അസ്വമദ്, ഇങ്ങനെയുള്ളൊരു ഹംസ് കൊടുക്കുന്ന രീതിയിൽ പറയും. അങ്ങനെയും ചെയ്യാൻ പാടില്ല. അഹദ്. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇപ്പൊ ഒരു വാക്കിന്റെ നടുക്കാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ പറയാ, ഒരു വേർപ്പെടുത്തിയിട്ട് പറയാൻ പാടില്ല. മനസ്സിലായ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് മഹ്റജിന് ശക്തി കൊടുക്കണം. നമ്മൾ കൊൽക്കല പറയുമ്പോൾ അബ്, ആ മഹ്റജിന് അതിൻ്റെതായ ശക്തി. അത്, അബ്, അജ്. ഓക്കെ. ആ സുക്കൂനിങ് ടൈമിങ് അത് കറക്റ്റ് ആയിരിക്കണം. ഷിദ്ദ ടൈമിങ് തന്നെ ആയിരിക്കണം. ഷിദ്ദ ടൈമിങ് ഏറ്റവും കുറഞ്ഞ ടൈമാണ് അല്ലെ, അല്ലെങ്കിലാണ് ഹർക്ക പോലെ തോന്നുക. ഓക്കെ. നമ്മൾ ആ ടൈമിങ് കൂട്ടിക്കഴിഞ്ഞാല്, അപ്പൊ അത് ശ്രദ്ധിക്കുക. ടൈമിങ് കറക്റ്റ്, ആ ഒരു ഷിദ്ദ ടൈം മാത്രമേ നമ്മൾ കൊടുക്കണ്ടൂ. പിന്നെ താടി അനങ്ങി പോകുമ്പോഴാണ് ഹറക്ക പോലെ തോന്നുക. പ്രത്യേകിച്ച് ബാബ അറിയുന്ന നമ്മൾ ചുണ്ട് സെപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് താടിയെല്ലാം താഴ്ന്നു പോയി കഴിഞ്ഞാല് അതൊരു ഹറക്ക പോലെ തോന്നിക്കും. മനസ്സിലായ? ബ പോലെ തോന്നിക്കും. ലഹബ്, ലഹബ്, കണ്ട ലഹബ്, അബ്, അബ്, അബ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമുക്കൊരു ഫത്ഹ പോലെ തോന്നിയില്ലേ. കൊൽക്കലന്റെ ലെവൽസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 3 ലെവലാ ഉള്ളത്. ഓക്കെ. ഒന്നെന്താണ് പറയുന്നത്, ഇനി ഈ കൊൽക്കലിന്റെ ലെവൽസിൽ തന്നെ മദാഹിബുകൾ ഉണ്ട് കേട്ടാ. ചില സ്കോളേഴ്സ് പറഞ്ഞത് 2 ലെവലേ ഉള്ളൂ എന്നാണ്, ചില സ്കോളേഴ്സ് പറഞ്ഞത് 3 ഉണ്ട് എന്നാണ്, വേറെ ചില സ്കോളേഴ്സ് 4 ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്, മറ്റു ചിലർ 5 ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം ഫോളോ ചെയ്യുന്നത് ഈ 3 ലെവൽ കൊൽക്കലന്റെ കാര്യമാണ് കേട്ടാ. അപ്പം ഇത് ഫസ്റ്റ് 2 വരുന്നത് വഖുഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. അതായത് നമ്മൾ ആ കൽക്കല അക്ഷരങ്ങൾക്ക് ശ്രദ്ധ വരികയും അത് അവസാനത്തെ അക്ഷരമാവുകയും ആ വാക്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയും ആണെങ്കിലാണ് ഏറ്റവും ശക്തിയുള്ള കൽക്കല. അതായത് ഏറ്റവും സ്ട്രെങ്ത് കൂടുതൽ വരാൻ ഈ ഒരു സന്ദർഭത്തിലാണ്. ഇതിനെ നമ്മൾ ഈ പറയുമ്പോ എങ്ങനെയാണ് ശ്രദ്ധിക്കണ്ടേ. ഇപ്പം ഹഖ്, ഓക്കെ, വതബ്, 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 അൽ ഹജ്ജ്, അശദ്. നമ്മളിപ്പം ഈ നെക്സ്റ്റ് കൂടി പറഞ്ഞിട്ട് രണ്ടാമത്തെ വരുന്നത് എന്താണെന്ന് വെച്ചാല് ഈ നമ്മൾ ഈ ഹക്ക് ഉണ്ടല്ലോ, ഹക്ക്, അത് ശ്രദ്ധിക്കുക. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 അക്ഷരാണ് അല്ലെ. ഒരു ശ്രദ്ധയിൽ ഒളിഞ്ഞിരുന്ന 2 അക്ഷരങ്ങളുണ്ട്. അപ്പം ഈ 2 അക്ഷരത്തിന്റെയും ടൈം നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പം ഹക്ക് എന്ന് പറയുമ്പം ഹക്ക്, ആ കോഫിന്റെ സുക്കൂന് പ്ലസ് പിന്നെ കോഫിന്റെ, ഇപ്പൊ ഇവിടെ ദ്വമ്മത്തിനാണെങ്കിൽ ദ്വമ്മയായിരിക്കും. അപ്പൊ അവിടെ നമ്മള് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ലെവൽ കൽക്കല നമ്മള്, അതായത് ആ ഒരു കൽക്കലിന്റെ സ്ട്രെങ്ത് കൊടുക്കേണ്ടതായിരിക്കാണ് രണ്ടാമത്തെ കോഫിനാണ്. 2 കോഫ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിൽ ആദ്യത്തെ കോഫിന്റെ ടൈം കഴിഞ്ഞാല് അൽ ഹഖ്, അൽ ഹഖ്, അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ രണ്ടാമത്തെ കോഫിനാണ് ഈ ഫസ്റ്റ് ലെവൽ കൽക്കലന്റെ സ്ട്രെങ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കോഫിനെ ആ തഫ്ഹീമും കൂടി കൽക്കല ചെയ്യുന്ന സമയം ശ്രദ്ധിക്കണം കേട്ടാ. ചില ആള് ഹക്ക്, ഹക്ക് ഇങ്ങനെ പറയും, ഹക്കോ. ഇത് നമ്മൾ തഫ്ഹീം കൊടുത്തിട്ട് പറയുന്നതാണ്. തഫ്ഹീം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഹക്കെല്ലാം പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്താണ്, അൽ ഹക്ക്, കണ്ട, അത്ര കുറെ ഗ്യാപ്പ് വേണ്ട. അൽ ഹക്ക്, ആ ഒരു ടൈം മതി. ഓക്കെ. വതബ്, അതിൽ വരില്ല, ഹജ്ജിൽ വരാം, അൽ ഹജ്ജ്. ചില ആൾക്കാർ അങ്ങനെ പറയും, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടാ. രണ്ടാമതായിട്ട് വരുന്നത് എന്താണ്, നമ്മൾ ശ്രദ്ധയില്ലാത്ത അക്ഷരങ്ങളിൽ വഖഫ് ചെയ്യുമ്പം ഈ രണ്ടാമത്തെ ലെവൽ വരും. പക്ഷെ അത് എപ്പോഴാണ്, നമ്മൾ ആ കൽക്കല ലെറ്റേഴ്സിൽ സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ്. ഓക്കെ. ഇപ്പൊ മുഹീത്ത്, കസബ്, ബഹീജ്, അഹദ്, ഇതാണ് രണ്ടാമത്തെ ലെവല്. മൂന്നാമത്തത് അത് വസ്ലിൽ വരുന്ന ഒരു കാര്യമാണ്. അതായത് ആ ഒരു വാക്കിന്റെ മധ്യത്തിലായിരിക്കും. ഇനിയിപ്പോ ചില സമയം ഒരു വാക്കിന്റെ അവസാനത്തിൽ വന്നാലും നമ്മൾ അവിടെ സ്റ്റോപ്പ്, ലം യലിദ് വലം യൂലദ്,
അവിടെ ലം യലിദ് എന്നിടത്ത് ഒരു വാക്കിന്റെ അവസാനത്തിലല്ലേ ദാലിന് വന്നേ. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂട്ടി ഓതുമ്പോ അവിടെ അവിടെയുള്ള യലിദിന്റെ ദാലിന് എന്താണ് നമ്മളെ തേർഡ് ലെവൽ ശക്തിയേ ഉള്ളൂ. പക്ഷെ വലം യൂലദ് അവിടെ നമ്മൾ ഈ സെക്കൻഡ് ലെവലാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ നിർത്തുമ്പം ഈ തേർഡ് ലെവൽ വരുന്നത് എങ്ങനെയാണ്? ഒരു പദത്തിന്റെ ഒരു വാക്കിന്റെ ഇടയിൽ വരുമ്പോഴാണ്. ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധയുള്ള ഇപ്പൊ ഹജ്ജ അല്ലെ ഹജ്ജി അഷദ്ദു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ കൊൽക്കല ചെയ്യൂല. എന്തുകൊണ്ട്? ഹറക്ക ഉള്ള സമയം. അത് കാരണം എന്താണ്? അത് മുതുകം ഫീഹിലേക്ക് ലയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ കൊൽക്കല ചെയ്താൽ ആ മുതുകം ഫീഹി ഉണ്ടല്ലോ അതിന്റെ ഇദുഗാമ് നഷ്ടപ്പെട്ടു പോകും. കാരണം അവിടെ ഇദുഗാം സംഭവിച്ചാണ് അൽ ഹജ്ജി. അല്ലാണ്ട് നമ്മളിപ്പോ അവിടെ കൊണ്ടുപോയിട്ട് ഇത് കൊൽക്കല ചെയ്യൂല. അതുകൊണ്ടാണ് ഹർക്കകളിൽ നമ്മൾ കൊൽക്കല ചെയ്യൂല എന്നുള്ള പറയാനുള്ള കാരണം. ഇനി നമ്മളിപ്പോ ഇത് പറഞ്ഞില്ലേ, ഇനി നമുക്ക് ഈ കൽക്കലന്റെ അക്ഷരങ്ങളെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇത് കൽക്കല നമ്മളിപ്പോ ഒന്നാമത്തെ സ്ട്രോങ്ങിന് അൽ കൽക്കലത്തിൽ അദ്മി എന്ന് പറയും, രണ്ടാമത്തത് അൽ കൽക്കലത്തിൽ കുബിറ എന്ന് പറയും, പിന്നെ അൽ കൽക്കലത്തിൽ സൂറ. ഓക്കെ, അതാണ് അതിന്റെ പേരുകൾ. ഇതിപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അക്ഷരങ്ങളുണ്ടല്ലോ കൊത്തുബ് ജദ്, ഇതിൽ ഏതൊക്കെ അക്ഷരങ്ങൾക്ക് ശക്തി കൂടുതലാണ്, ഏതൊക്കെ അക്ഷരങ്ങൾക്ക് കൽക്കലയിൽ ശക്തി കുറവാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ശക്തി കൂടുതൽ തോക്കാണ്. അതിന്റെ കാരണം എന്താണ്? തോന്റെ ജഹ്ർ സ്ട്രോങ് ആണ്, ഷിദ്ദ സ്ട്രോങ് ആണ്, ഇസ്തിഅല സ്ട്രോങ് ആണ്, ഇത്ബാക്ക് സ്ട്രോങ് ആണ്. ഇസ്മാത്തിനെ നമ്മൾ ഈ കാറ്റഗറിയിൽ വരൂല. ഓക്കെ, അത് നമ്മൾ പറഞ്ഞല്ലോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിഫയാണ്. അപ്പം ഈ പറഞ്ഞ 4 സ്ട്രോങ് സിഫയാണ് തോക്ക് വന്നിട്ടുള്ളത്. നമ്പർ 1 ആണ് അപ്പോ നമ്മളത് ചെയ്യുന്ന സമയം അതിന്റെ എല്ലാ ടീച്ചർ ഇടയ്ക്ക് കേൾക്കണില്ലല്ലോ. കേട്ടിട്ടില്ല? ഇപ്പൊ പറഞ്ഞു എല്ലാം കേൾക്കുന്നുണ്ട്, എനിക്കെല്ലാം കേട്ടിട്ടുണ്ട് കേൾക്കുന്നുണ്ട്. ശരി, നിങ്ങൾക്ക് നെറ്റ് പ്രശ്നമായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ പോ പറയുന്ന സമയത്ത് എങ്ങനെയാ പറയാ? പോ അതിന്റെ ജഹ്ർ ഉണ്ടായിരിക്കണം, അതിന്റെ സിദ്ധ ഉണ്ടായിരിക്കണം, ഇസ്തിഅല ഇത്ബാക്ക് എല്ലാം കൂടി ഉണ്ടാവണം. പോ. ചില ആൾക്കാർ പോ ശരിയല്ല, പോ. പ്രത്യേകിച്ച് ഇത്ബാക്കാണ് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ്, അത് ശ്രദ്ധിക്കുക. ഇനി ഖാഫിന് നെക്സ്റ്റ് വരുന്ന ലെവലാണ്. അതായത് അതിന്റെ ജഹ്റയും സ്ട്രോങ് ആണ്, ഷിദ്ദയും സ്ട്രോങ് ആണ്, ഇസ്തിഅലയും സ്ട്രോങ് ആണ്. പക്ഷെ അതിന് ഇൻഫിത്താഹയാണ്. അപ്പൊ ഈ കോന്റെ അത്ര നമുക്ക് കിട്ടൂല. ചില ആൾക്കാർ തെറ്റി. അവിടെ എന്താ ഇല്ലാണ്ടായത്? അധികം ആൾക്കാർക്ക് ഇസ്തിഅല കൊടുത്ത് പക്ഷേ തഫ്ഹീം ഉണ്ട് ശരിക്കും ഖാഫിന്. അത് കൊടുക്കണം. കാരണം ഇസ്തിഅല കൊണ്ടാണ് ഈ തഫ്ഹീം വരുന്നത്. ഓക്കെ, മഖ്റജ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. നാവിന്റെ ടിപ്പില് ആ തഫ്ഹീമിനെ ഹോൾഡ് ചെയ്ത് വെക്കണം. മനസ്സിലായ? കണ്ട, നാവ് ഒരു കുമ്പിള് പോലെ ആയിക്കണം വായന്റെ ഉള്ളില്, ഫ്ലാറ്റ് ആക്കി വെക്കാൻ പാടില്ല. അപ്പൊ എല്ലാം ഒലിച്ചു പോകും. ഇപ്പൊ ഞാൻ മഖ്റജ് കൊടുത്തിട്ടുണ്ട്. കണ്ട, സെയിം മഖ്റജ് തന്നെയാണ്, പക്ഷെ വ്യത്യാസം വന്നാൽ നാവിന്റെ ടിപ്പിനെ ശ്രദ്ധിക്കുക. അല്ലാണ്ട് നമ്മൾ ബാക്ക് സൈഡ് മാത്രം ശ്രദ്ധിച്ചാൽ ശരിയാവൂല. ജീവ പിന്നെ നമുക്ക് ഷിദ്ദയും ജഹറും മാത്രമേ ഉള്ളൂ. ബാക്കി 2 ജീവൻ ദാലും ബായും ഒരുപോലെയാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട ജീവൻ ദാക്കും ബാക്കും നമുക്ക് പറ്റുന്ന എന്താണ്? അജ്, അത്, അബ് ഇങ്ങനെയാണ് നമ്മൾ പറയാം. അജ് ജീവനെല്ലാം പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, അതിന് എയർ ഒരു മലയാളത്തിന്റെ ചാ സൗണ്ട് കൊടുക്കാനും പാടില്ല കേട്ടോ. കാരണം ചില ആൾക്കാർ അജ് എന്നിട്ട് നിർത്തും. അത് അതിന് എയർ പോകുന്നുണ്ട്, ഈ ജീമിന് എയർ പോകൂലോ. അപ്പം അജ് എന്ന് പറയുമ്പോൾ നമ്മളെ മിഡിൽ പാർട്ട് എയറോ മാർക്ക് മുന്നോട്ടായിട്ടായിരിക്കണം പോകേണ്ടത്. നമ്മളെ ആ സ്റ്റിച്ചിട്ട് കേവില്ലേ നമ്മളെ അണ്ണാക്കിന്റെ മേലെയുള്ള അതിന്റെ സ്റ്റാർട്ടിങ് അജ് അതിന് മുന്നോട്ടേക്ക് കുറച്ച് പോട്. ഇപ്പൊ മലയാളത്തില് ഞാൻ ജലജ പറഞ്ഞുതരാം. ജലജ ഇത് നമ്മുടെ അറബിയിൽ പറയുന്നത് ജലജ. വ്യത്യാസം കണ്ട? മലയാളത്തിലെ ജ അല്ല. ഓക്കെ, ദാല് പറയുമ്പോൾ ചില ആൾക്കാർ അത് അങ്ങനെ മറ്റും നിർത്തും. ചില ആൾ ഒരു ബൊമ്മന്റെ ഷേപ്പിലായിരിക്കും പറയുന്നുണ്ട് അതിന്. ഓക്കെ, അതുമല്ല അത് സൗണ്ട് താഴ്ത്തണം. അബ് സെയിം മഖ്റജ്. പക്ഷെ ഞാൻ എന്താണ് സൗണ്ട് ഉയർത്തിപ്പോയാലാണ് അങ്ങനെ സംഭവിച്ചത്. അബ് ഓക്കെ, ശ്രദ്ധിക്കുക. മഖ്റജിന്ന് വേഗം അളക്കുക. ഷിദ്ദ ടൈമേ കൊടുക്കേണ്ടുള്ളൂ. കുറച്ച് അധികം ടൈം വെച്ചാൽ പോയി. മനസ്സിലായി? പെട്ടെന്ന് അളക്കണം. കാരണം മറ്റുള്ള അക്ഷരങ്ങളെ പോലെയല്ല ഇതിന്റെ പ്രത്യേകത. ഇത് മഖ്റജുകള് കൊലീഷൻ സംഭവിക്കുമ്പോഴല്ല ഇത്, അതായത് കൂട്ടിമുട്ടുമ്പോഴല്ല ഇതിന്റെ സൗണ്ട് വരുന്നത് അല്ലെ. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ സൗണ്ട് പുറത്ത് വരുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേഗം മഖ്റജിന്ന് ഇളക്കുക, ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് കൊൽക്കലിയായിട്ട് പഠിക്കാനുള്ള ഇത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലീനാണ്. നെക്സ്റ്റ് സിഫ. ലീന് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയതെന്നാണ് അർത്ഥം.
നമുക്ക് വേഗം എളുപ്പം അല്ലെങ്കിൽ മൃദുലം അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് ഇതിന്റെ അക്ഷരങ്ങളാ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പറയാൻ പറ്റും. അതായത് നാവിന് കുറച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പറയാൻ പറ്റുന്ന അക്ഷരം ഇതാണ് ലീന്. ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സുക്കൂനുള്ള വാവിനോ അല്ലെങ്കിൽ സുക്കൂനുള്ള യാക്കോ മുമ്പിലായിട്ട് ഒരു ഫതഹ ഉള്ള അക്ഷരം വരുമ്പോഴാണ് അത് ലീനല്ല, അല്ലെ? നമുക്കറിയുന്ന ഒരു കാര്യമാണ്, വാവ് സുക്കൂനിന് മുമ്പിൽ ദൊമ്മ വന്ന എന്താവും, അല്ലെങ്കിൽ യാ സുക്കൂനിന് മുമ്പ് കെസ്ര വന്ന എന്താ? ഖൂലു, ഖീല, ഇങ്ങനെ പറയുമ്പോൾ എന്താണ്? അത് മദ്ദിന്റെ കാറ്റഗറിയാണ് വരുന്നത്, അല്ലെ? പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? തൊട്ട് മുമ്പ് ഫതഹ വന്നാല് അത് ഹർഫ് ലീനായിട്ട് മാറും. ഈ അക്ഷരങ്ങൾ ഓക്കെ ഹർഫ് ലീനായിട്ട് മാറും. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഖൈറുൻ, ഖൈറുൻ, ഖൗഫിൻ, ഖൗമു, അൽബൈത്തി, ഖുറൈശി. ഇതാണ് ഹർഫ് ലീൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ, നമ്മൾ നീട്ടിയിട്ടില്ലേ? ഖൗഫിൻ, ഖൗമു, ഖൗമു, അൽബൈത്തി, ഖുറൈശി. സുക്കൂനുള്ള യാ വന്നിട്ടുണ്ട്, തൊട്ട് മുമ്പ് ഫതഹ വന്നിട്ടുണ്ട്. സുക്കൂനുള്ള വാവ് വന്നിട്ടുണ്ട്, തൊട്ട് മുമ്പ് ഫതഹ വന്നിട്ടുണ്ട്. അപ്പൊ ആരായി മാറി? ഹർഫ് ലീൻ ആയിട്ട് മാറി. ഓക്കെ, അതാണ് ഹർഫ് ലീനി. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹർഫ് ലീനും മദ് ലീനും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താണ് മദ് ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മദ് ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ സുക്കൂനുള്ള യാ അല്ലെങ്കിൽ സുക്കൂനുള്ള വാ, അതിന് തൊട്ട് മുമ്പ് എന്ത് വന്നിട്ടുണ്ട്? ഫതഹ വന്നിട്ടുണ്ട്. അപ്പം അതില് നമ്മള് ഇപ്പം ഹൗഫിൻ എന്നുള്ളിടത്ത് ഞാനിപ്പം നിർത്തിയിട്ടില്ല. ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിൻ, അവിടെ ഖുറൈശിൻ കണ്ട, ഞാൻ നിർത്തി വസ്ലിലാണ് പോയിട്ടുള്ളത്, ഒന്നിച്ചങ്ങ് ഓതി. അപ്പോഴാണ് ഇത് ഹർഫ് ലീനാകുന്നത്. ഓക്കെ, അതിന് നമ്മളെ റഹാവിന്റെ ടൈം മാത്രം കൊടുത്താൽ മതി. വാവിൻ്റെതും അതുപോലെ ഇപ്പൊ ഹൗഫിൻ എന്ന് പറയുമ്പം ആ വാവ് സുക്കൂനും, അതുപോലെ സ്വൈഫി എന്ന് പറയുമ്പം ആ യാ സുക്കൂനും അതിന്റെ റഹാവ ടൈം മാത്രമേ നമുക്ക് കൊടുക്കേണ്ടുള്ളൂ. ഹൗ സ്വൈ എന്നുള്ള സമയം, ആ ഒരു സമയം. പക്ഷേ നമ്മളൊരു വാക്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുമ്പം അത് മദ്ദായിട്ട് മാറും, മദ് ലീനായിട്ട് മാറും. അപ്പം നമ്മൾ 2, 4, 6 ഹക്ക വരെ നമുക്ക് നീട്ടാം. അപ്പൊ ഇത് ആരായിട്ട് മാറി? മദ് ലീൻ ആരതി സുക്കൂനായിട്ട് മാറും. അതാണ് മദ് ലീൻ എന്ന് പറയും. മദ് ലീനും ഹർഫ് ലീനും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ആ മറ്റേ ഇട്ട് എന്താണ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. സ്റ്റോപ്പ് ചെയ്യാണ്ട് പറയുമ്പോൾ അത് ഹർഫ് ലീനായിട്ട് മാറി. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നീട്ടിയിട്ടാണ് നിർത്തുന്നത്. അപ്പൊ എന്തായി? അത് മദ് ലീനായിട്ട് മാറി. ഇനി ഈ ഒരു സിഫന്റെ പ്രത്യേകത എന്താണ്? ഈ സിഫ ഇതിന്റെ എപ്പോഴും കാണൂല. അതിന്റെ സ്വഭാവം മാറി. ആ സ്വഭാവം മാറിയത് ഇപ്പം നമ്മൾ കണ്ടത്. നേരത്തെ നീട്ടി, ഇപ്പം നീട്ടിയിട്ടില്ല. കണ്ട, അതായത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേരം നീട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നീട്ടത്തില്ല. ആ സ്വഭാവം അതിന്റെ ഒന്നിച്ച് എപ്പോഴും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇനി ഇതിന് നമ്മളിപ്പോ ശ്രദ്ധയിൽ ഇതിനെ കണ്ടില്ലെങ്കിൽ ഈ വാവിനെയും യാനെയും കണ്ടാലും നമ്മൾ നെബിർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുക. ഓക്കെ, അതും കൂടി നോട്ട് ചെയ്ത് വെക്കാം. നെബിർ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇയ്യാക്ക പറയുമ്പോൾ ചെറിയ ആൾക്കാർ എങ്ങനെയാ പറയാ? വെറു ഇയ്യാക്ക, അങ്ങനെയല്ല. ഈ ഇയ്യാക്ക ഇതാ നെബിർ ചെയ്യുന്നത്. അതായത് ആദ്യത്തെ യാന്റെ സുക്കൂന് കൊടുത്ത് പിന്നെയുള്ള ഫതഹ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ പറയാ? ഈ എലിവേഷൻ കൊടുക്കണം സൗണ്ടിൽ. അതാണ് പറയുന്നത്. അതിന് പിന്നെ നമ്മള് നെബിർ ചെയ്യുന്നു വരുന്നത് അതാണ്. ഓക്കെ, അപ്പൊ നമ്മള് മദ്ലീനും ഹർഫുലീനും തമ്മിലുള്ള വ്യത്യാസങ്ങളെല്ലാം മനസ്സിലാക്കി. ഇനി നമുക്ക് അൽ ഇൻഹിറാഫ് നോക്കാം. ഇൻഹിറാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വിപരീത ഗുണം ഇല്ലാത്ത സിഫയിൽ വരുന്ന നെക്സ്റ്റ് സിഫയാണ്. എന്താണ്? ദിശ മാറി സഞ്ചരിക്കലാണ്. ആരാണ് ദിശ മാറി സഞ്ചരിക്കുന്നത്? ശബ്ദം അതിന്റെ യഥാർത്ഥ സ്ഥലത്തൂടെ പോകുന്നതിന് പകരം അതിന് ശരിയായ ഒരു എക്സിറ്റ് ഉണ്ടല്ലോ, ആ എക്സിറ്റിലൂടെ പുറത്തു പോവാണ്. വേറെ ദിശ മാറിയിട്ട് പുറത്തു പോകുന്നതിനെയാണ് ഇൻഹിറാഫ് എന്ന് പറയുന്നത്. ഇത് 2 അക്ഷരങ്ങൾക്കാണ് ഈ സിഫ ഉള്ളത്. ആർക്കൊക്കെയാണ്? ലാമിനും അതുപോലെ തന്നെ റോക്കും. ഇതെന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. ലാമിന്റെ മഖ്റജിലേക്ക് നമ്മൾ നാവ് വെച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ എന്താണ് സംഭവിച്ചത്? ഇവിടെ എന്താണ് സംഭവിച്ചത്? ലാമിന്റെ മഖ്റജിൽ നാവ് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്കായി. അപ്പം ഇതിലേ വന്ന സൗണ്ട് ഇവിടെ ബ്ലോക്കായിട്ട് നിന്ന് ശിദ്ധ സംഭവിച്ച്. ഇനി നാവിന്റെ നമ്മൾ ലാമ് പറയുന്ന സമയം നമ്മളെ നാവിന്റെ 2 സൈഡും ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലോക്കായ സൗണ്ടിൽ ഒരു ഭാഗം സൗണ്ട് എന്ത് ചെയ്യും? തിരിച്ച് ഇവിടത്തേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഓപ്പൺ ആയ ഏരിയയിലൂടെ തിരിച്ചു വരും. അപ്പൊ ഈ തിരിച്ചു വരുന്ന ആ ഒരു തിരിച്ചു വന്നിട്ട് മറ്റൊരു വഴിയിലൂടെ പുറത്ത്, ഇത് റാൻ്റെതാണ്, ഇത് ലാമിന്റെ തന്നെ. ഈ 2 സൈഡിലൂടെ പുറത്തു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? ഇങ്ങനെ 2 സൈഡിലൂടെ പുറത്തു പോകുന്നതിനെയാണ് ഇൻഹിറാഫ് എന്ന് പറയുന്നത്. അതായത്
ഈ ഒരു പിന്നെ ശിദ്ദ ഈ ലാമിന്റെ മഖ്റജ് ബ്ലോക്ക് ആയാലും അവിടെ ഉണ്ടായ ശബ്ദം പിറകിലേക്ക് വന്നിട്ട് നാവിന്റെ വശങ്ങളിൽ കൂടി പുറത്തു പോകുന്നു. അതായത് ഗതി മാറി സഞ്ചരിക്കുന്നു. ഇതാണ് ഈ ഒരു സമയമാണ് ഇൻഹിറാഫ് നടക്കുന്നത്. ഓക്കെ, ഈ ഒരു ഇൻഹിറാഫാണ് ലാമിനെ ആരാക്കി മാറ്റുന്നത്? തവസുത്താക്കി മാറ്റിയത്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് റാന്റെ നമുക്ക് പറയാം, നോക്കാലോ. റാ പറഞ്ഞുതരാം. റാന്റെ മഖ്റജ് എന്തായത്? അവിടെ ബ്ലോക്കായ സമയം എന്ത് ചെയ്ത്? ശബ്ദം തിരിച്ച് താഴോട്ടേക്ക് വരും. അപ്പോഴത്തേക്കന്നെ ഇവിടെ ഒരു ദ്വാരം ഓപ്പൺ ആവും. കാരണം ആദ്യം തെക്രീർ സംഭവിക്കും. ആദ്യത്തെ അടിയിൽ ആ തെക്രീർ സംഭവിച്ചാൽ സൗണ്ട് താഴോട്ടേക്ക് പോകുന്നത്. ആ സമയം ഇവിടെ ഒരു ഓപ്പൺ ഉണ്ടാവും. ഈ ഓപ്പണിലൂടെയാണ് പിന്നെയും സൗണ്ട് തിരിച്ച് ദിശ മാറിയിട്ട് തിരിച്ച് വന്നിട്ട് ഈ ഒരു ചെറിയ ഓപ്പണിങ്ങിലൂടെയാണ് റാന്റെ സൗണ്ട് പുറത്തേക്ക് പോകുന്നത്. ഇതാണ് ഇൻഹിറാഫ്. ഈ ഒരു ടൈമാണ് റാനെയും എന്താക്കി മാറ്റിയത്? തവസുത്താക്കി മാറ്റിയത്. അതായത് കണ്ട, ഈ ഒരു ഓപ്പണിലൂടെ ഇതിപ്പോ നമ്മൾ കാണുന്നത് റാന്റെതാണ്. ഈ ഒരു ചെറിയൊരു ഓപ്പണിലൂട്ടിയാണ് റാന്റത് പോകുന്നത്. ലാമിനത് ഈ രണ്ട് സൈഡിലൂട്ടിയാണ് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. റോ പറയുന്ന സമയത്ത് കൊടുത്തിട്ടില്ല. അതുണ്ടാവും, തെക്രീർ പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതാണ് ഇൻഹിറാഫ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മളെന്താണ് സൗണ്ട് അതിന്റെ ശരിയായ വഴിയിലൂടെ പുറത്തു പോകാണ്ട് ഗതി മാറി പുറത്തേക്ക് വരുന്നതിനെയാണ് ഇൻഹിറാഫ് എന്ന് പറയുന്നത്. ഇനി തെക്രീർ നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ റാന്റെ കാര്യം. തെക്രീർ എന്നാണ് അർത്ഥം എന്താണ്? ആവർത്തനം എന്നാണ്. ആവർത്തനം. ഈ ഒരു സിഫ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. മറ്റു സിഫെല്ലാം അതിന് ഉണ്ടാകണം എന്നുള്ള സിഫയാണ്. ഇത് എന്ന് വെച്ചാൽ ഇത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അധികം ആയി കഴിഞ്ഞാൽ അത് അനുവാദമല്ല. ഒറ്റൊരു തെക്രീറേ പറ്റും. ഓക്കെ, നമ്മളെന്താണ് റാ പറഞ്ഞേരം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പർ റൂഫിൽ ആദ്യം അടിക്കുന്നു. ആ അടിയിലാണ് ഇത് സംഭവിക്കുക. ഈ ഒരു ഫസ്റ്റ് തെക്രീർ സംഭവിക്കുക. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് നിൽക്കാൻ പാടില്ല. ഓക്കെ, ഈ ഓവറായിട്ട് പ്രസ് ചെയ്യുമ്പോൾ എന്താവും? വരും. ഒറ്റ തെക്രീറാണ് നമുക്ക് അനുവാദം. ഇപ്പൊ അർറഹ്മാനി അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, ശ്രദ്ധ ഉള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് 2 അല്ലെങ്കിൽ 3 വരെ തെക്രീർ അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഹിറ്റ് ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ രണ്ട് സൈഡ് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ തിക്റാർ ഒഴിവാക്കാൻ പറ്റും. ഇപ്പം ഇത് കണ്ട, ഇതിപ്പം നമ്മളിപ്പം പേടിച്ചിട്ട് ചില ആൾക്കാർ തിക്റാർ വരുന്ന പേടിച്ചിട്ട് അവഹ്മാനി എന്ന് പറയും. അതിങ്ങനെയാണ്. എന്നിട്ട് ഈ ദ്വാരം വലിയതായി. അപ്പൊ അവിടെ തെക്രീർ ഉണ്ടാവൂല. വിടവ് കൂടിക്കഴിഞ്ഞാൽ തെക്രീർ സംഭവിക്കൂല. ചില ആളെന്ത് ചെയ്യും? വരുന്നത് എങ്ങനെ? ഈ വിടവ് കുറയും. വിടവ് കുറയുമാണ് തെക്രീർ കുറേ വരാം. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതാന്ന് വെച്ചാൽ ആ രണ്ട് പിന്നെ നമ്മളെ മേലെ അണ്ണാക്കിന്റെ ചിത്രം ഉണ്ടോ നോക്കട്ടെ. ഈ ഒരു നാവിന്റെ ഈ ഒരു പാട്ടില്ലേ, ഇതാണ് നമ്മൾ അണ്ണാക്കിലേക്ക് ടച്ച് ചെയ്യേണ്ടത്, മേലയിലേക്ക്. ഓക്കെ, ഇത് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ തെക്രീർ ശരിയാവും. സോറി, റോന്റെ തിക്റാർ ശരിയാവും. ആ റോ പറഞ്ഞു നോക്കിയാട്ടെ. ആ റോ കണ്ട, ഈ 2 സ്ഥലമായിരിക്കും ടച്ച് ചെയ്യേണ്ടത്. ആ റോ ഫസ്റ്റ് തന്നെ കിട്ടി. ഇതിപ്പോ ശ്രദ്ധ ഉള്ളതുകൊണ്ട് റോ റോ അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോ റ ഇങ്ങനെയൊന്നും പറയൂല. ഓക്കെ, ഈ 2 സ്ഥലം നമ്മൾ ഫോക്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് തെക്രീർ കറക്റ്റ് ആയിട്ട് വരും. അതാണ് തെക്രീറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് PDF ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്നത് തെഫഷിയാണ്. തെഫഷി എന്ന് പറഞ്ഞാൽ സ്പ്രേയിങ് സൗണ്ട്, അതായത് വ്യാപിക്കൽ എന്നാണ് അർത്ഥം. ശബ്ദം വ്യാപിക്കുന്നതിനെയാണ് തെഫഷി എന്ന് പറയുക. തെഫഷിക്ക് ഒറ്റ അക്ഷരേ ഉള്ളൂ, ഷീന്. ഓക്കെ, നമുക്ക് ആദ്യം തഫഷി പറയുമ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നത്? നമുക്കറിയാം. നമ്മൾ നോക്കുക, എന്താണ് നാവിന്റെ മിഡിൽ പാർട്ട്. ഈ നാവിന്റെ മിഡിൽ പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അണ്ണാക്കിലേക്ക് ഉയരും. അന്നേരം മിഡിലിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും. ഓക്കെ, മിഡിലിൽ ചെറിയൊരു ഗ്യാപ്പ് വരും ഈ ഒരു ഓപ്പണിങ്ങിൽ. അപ്പൊ മഖ്റജിന്റെ നമുക്കറിയാം ഈ ബാക്ക് സൈഡ് നല്ല വൈഡ് ആണല്ലേ, വലുതായിട്ട്. ഇവിടെ കുറെ എയർ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഈ വലിയ സ്ഥലത്തുനിന്ന് വരുന്ന എയർ ഈ ചെറിയൊരു പാട്ടിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ, ആ ടൈറ്റ് പാസേജിലൂടെ പുറത്തേക്ക് പോകുമ്പോഴാണ് ഇത് ശബ്ദം വ്യാപിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? ഈ ഷീനിനുള്ള വേറൊരു സിഫ എന്താണ്? അതിന് ഹംസിന്റെ ക്വാളിറ്റി ഉണ്ട്, കാറ്റും കൂടി ഉണ്ട്. അപ്പം ഈ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ ശബ്ദവും പുറത്തേക്ക് നല്ലോണം ഒഴുകുന്നുണ്ട്, കാറ്റും അതിൻ്റെ ഒന്നിച്ചുണ്ടാവുമ്പോൾ എന്താവും? നന്നായിട്ട് ഫോഴ്സ് ആവും സൗണ്ട്. ആ സമയത്താണ് ഈ തഫഷി ഉണ്ടാകുന്നത്. നമ്മൾ സ്പ്രേ ചെയ്യുന്ന പോലെ തന്നെ തഫഷി എന്ന് പറഞ്ഞ ശബ്ദം വായന്റെ ഉള്ളിലും വ്യാപിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ശബ്ദം പുറത്തു വരുന്നത് എങ്ങനെയാണ്? അഷ്. ചില ആൾക്കാർക്ക് ഈ ഷീന് പറയുമ്പം ഒന്നിക്കിന് പല്ലിന് വിടവുണ്ടെങ്കിൽ കുറച്ച് കുറയും. കാരണം എയർ പോകുമ്പോൾ നമ്മൾ ഈ ടൈറ്റ് പാസേജിലൂടെ തന്നെ പോകണം.
അഷ്. ചില ആൾക്കാർക്ക് ഈ ഷീന് ശരിക്കും ക്ലിയർ ആയിട്ട് പറയുന്നത് ഇങ്ങനെ ഷെയ്ത്തോനി ഷെയ്ത്തോനി കണ്ട. അത് ഈ നാവ് കുത്തി നിർത്തണം നമ്മൾ ഈ പല്ലിന്റെ ബാക്കിൽ. അഷ്. ആ മഹ്റജിന് ശക്തി കൊടുക്കുക, എന്നാലേ വരൂ. അഷ അഷ അഷയ്ത്തോനി. ഇതിന്റെ റീസൺ എന്താണ്? തഫശി ഉണ്ടാകാന് ഹംസും പിന്നെ എന്താണ് ഇനി വേറെ ഇത് ഇസ്തീഫാലാണ്, അല്ല ഇസ്തീഫാലിന്റെ ലെറ്റേഴ്സ് ആണ്. ഹംസും ഉണ്ട് ഇതിനൊന്നിച്ച്. അപ്പൊ എന്താണ് ബാക്കിൽ എന്താണ് നല്ല സ്ഥലമുണ്ട്. ആ ഒരു വലിയ ഏരിയയിലൂടെ ഒരുപാട് സൗണ്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആ സൗണ്ട് എന്ത് ചെയ്യും? ഈ ടൈപ്പ് പാസേജിലൂടെ ഫോഴ്സ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് ശബ്ദം ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ. ഇനി തഫശിക്കും ലെവൽസ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. തഫഷിന്റെ ലെവൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തഫഷി നമുക്ക് അനുഭവപ്പെടാൻ ഷീന് ശബ്ദ വന്നാലാണ്. വബശ്ശിരില്ലദീന കണ്ട. പിന്നെ അത്രക്ക് ഉണ്ടാവൂല സുക്കൂനല്. മുശ്രികീന വബശ്ശിരി മുശ്രികീന. പിന്നെ മുത്തഹരിക്കയില് ഷദീദ് അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് കുറവാണ്. അപ്പൊ അതാണ് തഫഷിന്റെ ലെവൽസ്. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇസ്തിത്വാലയാണ്. ഇസ്തിത്വാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാവിനെ വലിച്ചു നീട്ടുന്നതിനാണ്, അതായത് ദീർഘിപ്പിക്കൽ എന്ന് അർത്ഥമുണ്ട്. നാവ് വലിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇസ്തിത്വാല എന്ന് പറയുന്നത്. അത് അല്ലെങ്കിൽ ഞെരുങ്ങി നീങ്ങുന്ന അവസ്ഥ, അതാണ് ഇസ്തിത്വാല. ഇതുള്ളത് ആർക്കാണ്? ദ്വാദിനാണ് ഉള്ളത്. നാവിന്റെ നമ്മളെ എല്ലാ വശങ്ങളും അപ്പർ റൂഫിലേക്ക് നമ്മൾ ഉയർത്തി വെക്കും, ഒട്ടിച്ചു നിൽക്കുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മഹ്റജ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഓക്കെ. മഹ്റജ് എന്താണ്? കംപ്ലീറ്റ് ബ്ലോക്കാണ്. ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്? ഷിദ്ദയാണ് സംഭവിക്കുന്നത്. മഹ്റജ് ബ്ലോക്കാണ്. ഈ വായിന്റെ നടുക്ക് അരലുണ്ട്, ഇസ്തിത്വാല ഉണ്ട്, തബാക്കുണ്ട്, അതുപോലെ തന്നെ ജഹ്റുണ്ട്. ഇതെല്ലാം തന്നെ കാരണം ഈ വായന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സൗണ്ട് എന്ത് ചെയ്യും? ഈ പിന്നെ മുഖദ്ദിമുൽ ഹനക്കിൽ ഇരിക്കുന്ന ടിപ്പ് ഉണ്ടല്ലോ, നാവിന്റെ ടിപ്പ്, അതിനെ നീക്കി ഞെരുക്കി എവിടെ കൊണ്ടുവരും? പല്ലിന്റെ റൂട്ടിൽ തോന്റെ മഹ്റജ് വരെ കൊണ്ടെത്തിക്കും. അതായത് ഈ ഒരു പ്രഷർ ഉണ്ടല്ലോ, സൗണ്ടിന്റെ പ്രഷർ, ഇവിടെ ഉള്ള ടിപ്പിനെ ഇങ്ങോട്ടേക്ക് തള്ളിക്കൊണ്ടേരും. ഓക്കെ. ഞെരുക്കി നീക്കിയിട്ട് ഈ തോന്റെ മഹ്റജിൽ കൊണ്ടുവരും. ഈ നീങ്ങി ഞെരുങ്ങാൻ എടുക്കുന്ന ഒരു ടൈം ഉണ്ട്, അതാണ് ഈ ഇസ്തിത്വാല. അതായത് ആ ഒരു സമയമാണ് ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ അക്ഷരത്തിനെ റഹാവാക്കുന്നത്. മനസ്സിലായ? ഈ അക്ഷരം ശരിക്കും നമ്മളിപ്പോ തോന്റെ മഹ്റജും ദ്വാദിന്റെ മഹ്റജും ചിത്രം കണ്ട ഏകദേശം നമുക്ക് ഒരുപോലെ തോന്നാം. പക്ഷെ തോക്ക് ഇസ്തിത്വാല ഇല്ലാത്തതിന്റെ കാരണം എന്താണ്? തോ ഉള്ളത് അതിന് നീയാൻ ഇനി സ്ഥലമൊന്നും ഇല്ല. ഇവിടെന്ന് വെച്ചാൽ കുറച്ച് ഇങ്ങോട്ടേക്കല്ലേ നാവുള്ളത്, ടിപ്പ്. അപ്പൊ നീങ്ങി നിറങ്ങാനുള്ള സ്ഥലം ഉണ്ട്. അതാണ് ഇത് റഹാവയായത്. അല്ലെങ്കിൽ ഇത് ശരിക്കും നമ്മൾ ഷിദ്ദ എന്ന് പറയും ഈ നീങ്ങി നിരക്ക ഇല്ലെങ്കിൽ. അപ്പം ഈ ദ്വാദ് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടത് നാവിനെ നല്ലോണം നമ്മളെ ബാക്ക് പാർട്ടിൽ സൈഡ് ഒട്ടിച്ച് വെച്ചിട്ട് ഇതിന്റെ സൗണ്ട് വരുന്നത് എങ്ങനെയാണ്? നമ്മളെ നാവിന്റെ ബാക്ക് സൈഡിൽ നിന്നാണ് ഇതിന്റെ സൗണ്ട് വരേണ്ടത്. അധികം ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സൗണ്ട് തന്നെയാണ് ഈ ബോധ് പറയുന്നത്. അത് നമ്മൾ അതിന് എളുപ്പം വഴി വെച്ചാൽ നാവിന്റെ രണ്ട് സൈഡും നല്ലോണം കടിച്ചു നോക്കുക. ഓക്കെ. ഇതാണ് ഇങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത്. കണ്ട, ഇത് നാവ് ടച്ച് ചെയ്യുന്നതാണ്. നമ്മുടെ സൗണ്ട് ശരിക്കും വരുന്നത് മറ്റേത് നീങ്ങി ഞെരുങ്ങിയിട്ട് യെല്ലോ കളർ കണ്ട, ഇത് നാവ് നീങ്ങി ഞെരുങ്ങി പോകുന്നതാണ്. നമ്മളിപ്പം ഈ രണ്ട് സൈഡും കടിച്ചു പിടിക്കുക നാവിന്റെ, ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് അപ്പൊ നമുക്ക് ആ പിടിച്ച ഭാഗം ഫീൽ ചെയ്യും. നാവ് നമ്മൾ ശരിക്കും വായ പൂട്ടിയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇളക്കുക, നല്ലോണം പൂട്ടി വെക്കുക. ആ പൂട്ടിയ പോലെ തന്നെ ഓപ്പൺ ചെയ്യുക, അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് തന്നെ ഇളക്കുമ്പം വരും ബോ. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഇത് ശരിക്കും സപ്പോർട്ട് മാത്രമേ കൊടുക്കണ്ടൂ. ഈല് ശക്തി കൊടുക്കുമ്പോൾ ലാ വരും. അപ്പൊ നമ്മൾ ബാക്ക് ടച്ച് ചെയ്യുന്നില്ല. ബാക്ക് ടച്ച് ചെയ്താൽ ബോ തന്നെ നമുക്ക് കിട്ടും. ഈ ബാക്കിൽ നിന്നായിരിക്കണം സൗണ്ട് വരുന്നത്. ബോ ബോ. ഇത് ജസ്റ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മാത്രം. കാരണം ഇത് എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഇത് പറയാൻ കഴിയൂല. പക്ഷെ ഈ ഭാഗം നമ്മൾ ബാക്ക് സൈഡ് ഫോക്കസ് ചെയ്യുക. ചില ആൾക്കാർക്ക് ഒരു ഭാഗം മാത്രം പറയുമ്പോൾ കിട്ടും, ചില ആൾക്കാർക്ക് രണ്ട് ഭാഗം പറയുമ്പോൾ കിട്ടും. അത് അതിന്റെ മഹ്റജിന്റെ ക്ലാസ് എടുത്ത് കഴിഞ്ഞതാ. എന്നാലും ഇതിപ്പോ നമ്മളിത് പറഞ്ഞതേ ഉള്ളൂ ഇത് പറയുന്ന കൂട്ടത്തിൽ. ഓക്കെ. അപ്പൊ ഇസ്തിത്വാലയും കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സിഫ ഹുന്നയാണ്. ഹുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? മണിക്കൽ എന്നാണ് അർത്ഥം. ഈ ഹുന്നന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന്, ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഹുന്നനെ ഒരു ലെറ്ററായിട്ട് കാണണം എന്നാണ്. മറ്റൊരു വിഭാഗം പണ്ഡിതർ പറഞ്ഞത് ഹുന്നനെ ഒരു സിഫയായിട്ട് കാണണം എന്നാണ്.
ഇപ്പൊ ഗുന്നൻ ഒരു ലെറ്റർ ആയിട്ട് കാണണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാ, ഗുന്ന പ്രത്യേകം മഹ്റജ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അതിന് ആരും ആവശ്യമില്ല അല്ലെ. ഇപ്പം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം വോക്കൽ കൊടുന്ന് വരുന്ന സൗണ്ട് ഇവിടെ വന്ന് മീമ് പറയാൻ വന്നേരം ഇവിടെ പോവാൻ സ്ഥലമില്ല എന്ന് വിചാരിച്ച് ഈ സൗണ്ട് തിരിച്ചിട്ടല്ല മുകളിലോട്ടേക്ക് പോന്നെ. ഇത് ആരെ ഹെൽപ്പും ഇല്ല. ഇത് നേരെ തന്നെ വേറൊരു സൗണ്ടാണ് ഇപ്പുറത്തേക്ക് വരുന്നത്. മനസ്സിലായ? അപ്പൊ ആരെ ഹെൽപ്പും ഇല്ല. രണ്ട് പറയുമ്പോ ന്യൂനും മീമും പറയുമ്പോ അതുകൊണ്ടാണ് ലെറ്റർ ആയിട്ട് കണക്കാക്കണം പറയുന്നത്. അതായത് ഒരു മഹ്റജ് പ്രത്യേകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഹൈഷും യൂസ് ചെയ്യുന്നുണ്ട്. വോക്കൽ കോഡിൽ നിന്ന് വരുന്ന വേറെ തന്നെ ഒരു സൗണ്ടാണ്. അതുകൊണ്ടാണ് ലെറ്റർ ആയിട്ട് കാണണം എന്ന് പറയുന്നത്. പക്ഷെ സിഫിയായിട്ട് പറയാനുള്ള കാരണം എന്താണ്? നമുക്കിപ്പോ കുഞ്ഞനെ ഒരു ഇത് കാണുന്നുണ്ട്, ഫതഹയോ കെസ്റിയോ ദമ്മയോ ഇട്ടിട്ടൊന്നും അതിലൊന്നും ഒരു ചിഹ്നം കാണുന്നില്ല അല്ലെ. അതിനൊരു ഒരക്ഷരത്തിന്റെ പാട്ടായിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് കുഞ്ഞനൊരു സിഫിയായിട്ട് കാണണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, കുഞ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്, മൂക്കിൽ കൂടി വരുന്ന ഒരു ശബ്ദമാണ്. അപ്പം കുഞ്ഞന്റെ അക്ഷരങ്ങൾ എന്താണ്, ന്യൂനും മീമും ആണ്. അത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇതൊരു എക്സ്ട്രാ സിഫ നമ്മൾ പഠിക്കുന്നത് അൽ ഖിഫ എന്നുള്ള സിഫയാണ്. നിങ്ങൾക്ക് അറിയണ്ടാവോന്ന് അറിയില്ല. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീക്ക്നെസ് ഉള്ള അക്ഷരങ്ങൾക്കുള്ള സിഫയാണ് ഈ അൽ ഖിഫ എന്ന് പറയുന്നത്. ഇത് ഭാഷാപരമായിട്ട് പറയുന്നത് മറച്ചു വെക്കല് അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്നതാണ്. അതായത് ഇതിന്റെ അക്ഷരങ്ങളെ നമ്മൾ പറയുമ്പം ഇതിന്റെ ശബ്ദത്തിന് മങ്ങലുണ്ടാവും. ഏതൊക്കെയാണ് ഇതിന്റെ അക്ഷരങ്ങൾ? 4 അലിഫും വാവും യാ എന്ന മധ്യാക്ഷരങ്ങളും പിന്നെ ഹായും. ഇതിനെ ഹാവി ലെറ്റേഴ്സ് എന്നാണ് പറയാ. ഇതിന്റെ അക്ഷരങ്ങൾ ഹാവി ലെറ്റേഴ്സ്. അതിന്റെ കാരണം എന്താണ്? നമുക്കിപ്പം പ്രത്യേകിച്ച് നമുക്കിപ്പം റഹ്മ എന്നെല്ലാം പറയുമ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇത് കേൾക്കൂല. റഹ്മ അത്രേ കേൾക്കൂ. അത് അത്രത്തോളം അതിന് സ്ട്രെങ്ത്, മഹ്റജിന് സ്ട്രെങ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കിത് കേൾക്കൂല. ഓക്കെ. റഹ്മ. അതേപോലെ തന്നെ നിർത്തുമ്പോൾ എല്ലാം അങ്ങനെ. ഇപ്പം ഫതഹത്തയിലും ഗസ്രത്തയിലും നമ്മൾ നിർത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താണ്, ആ ഒരു മദ്ദക്ഷരങ്ങളൊന്നും നമ്മൾ കേൾക്കൂല. ചില ആൾക്ക് ഇപ്പൊ മലായിക്ക എന്നുള്ളത് മലായിക്ക എന്നെല്ലാം പറഞ്ഞിട്ട് ചില ആൾക്കാർ ഓതുക. അപ്പൊ ഈ മദ്ദക്ഷരങ്ങളെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അപ്പൊ അതാണ് ഇതിനുള്ള ഈ ഒരു സിഫ നമ്മൾ മനസ്സിലാക്കാനുള്ള കാരണം എന്താണ്, ഇത് മറഞ്ഞു പോകുന്ന ഒരു സിഫയാണ് പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സിഫ ഇത് നഫ്ഹ് എന്ന് പറയും. നഫ്ഹ് എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ, ജഹ്റിന്റെ അക്ഷരങ്ങളിൽ പെട്ട അക്ഷരങ്ങളാണ്. അതായത് ഹംസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ജഹ്റായ അക്ഷരങ്ങളിൽപ്പെട്ട ദോദും ഈ അക്ഷരങ്ങൾക്ക് ഇപ്പൊ നമുക്കറിയാം മറ്റുള്ള അക്ഷരങ്ങളെല്ലാം ഇപ്പൊ ജഹറിൽ തന്നെയുള്ള ഖുതുബ് ജദ് ലെറ്റേഴ്സ് എല്ലാം പുറത്തു പോകാന് അതിന് മാർഗമുണ്ട്. എന്താണ് അത് കൽക്കല ചീറ്റ് അതിനെ കാണിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ജഹറിലുള്ള മറ്റുള്ള അക്ഷരങ്ങൾ മറ്റുള്ള രീതികളിൽ അതിന്റെ ഇത് അക്ഷരങ്ങൾ പുറത്തേക്ക് പോകാനുള്ള വഴികൾ ഓരോരാൾക്കും ഓരോ രീതികളുണ്ട്. പക്ഷെ ഈ അക്ഷരങ്ങൾ എന്താണെന്നറിയാ, ഈ അക്ഷരങ്ങൾക്ക് പുറത്തു പോകാന് ഒരു മാർഗം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുകൊണ്ട് നമ്മൾ ഇത് പറയുന്ന സമയം പറയുന്ന അല്ലെങ്കിൽ ഈ അക്ഷരങ്ങൾ, ഈ 4 അക്ഷരങ്ങൾക്ക് ഒരു ഞെരുക്കം നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് നഫ്ഹ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു അക്ഷരങ്ങൾ നമ്മൾ പറയുന്ന സമയം ഫ്രീ ഫ്ലോ ഇല്ല സൗണ്ടിന്. പണ്ഡിതന്മാർ പറയുന്ന എന്താണെന്നറിയാം, ഇതിന്റെ റൊഹാവ എന്ന് പറഞ്ഞ ക്വാളിറ്റി ഉണ്ടല്ലോ, അത് ഈ ഒരു ഞെരുക്കത്തിന്റെ ഒന്നിച്ചാണ് വരുന്നതെന്നാണ്. അതായത് ഈ ജഹിർ എന്ന് പറഞ്ഞ ക്വാളിറ്റി ഉള്ള ഈ 4 അക്ഷരങ്ങൾക്ക് അതിന് റൊഹാവ ക്വാളിറ്റി ഉണ്ട്. സൗണ്ട് പുറത്തേക്ക് ഒഴുകുന്ന സിഫകളുള്ള അക്ഷരങ്ങളാണ് ഇത്. പക്ഷെ ഞെരുങ്ങിയിട്ടാണ് ഇതിന്റെ സൗണ്ട് പുറത്തു പോകുക. അതിന്റെ കാരണം എന്താണ് പറയുന്നത്, ഈ ഒരു അക്ഷരങ്ങൾക്ക് സൗണ്ട് ഫ്രീ ആയിട്ട് പോകാൻ വേറെ പ്രത്യേകിച്ച് സിഫകളില്ല. അതാണ് കാരണം. ബാക്കി ലെറ്റേഴ്സിനെ അപേക്ഷിച്ച് ഈ അക്ഷരങ്ങൾക്ക് എന്താണ്, കുറച്ച് ശക്തിയും കൂടുതലാണ്. അതും ഒരു കാരണമാണ് ഈ ഒരു അക്ഷരങ്ങൾക്ക്. അതായത് ഈ ജഹിറാണ് ഈ ഒരു ശബ്ദത്തിന്റെ ഒഴുക്കിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അതിനെയാണ് നഫ്ഹ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഈ അക്ഷരങ്ങൾ നമ്മൾ പറയുന്ന സമയം ഫ്രീ ആയിട്ട് ഇപ്പൊ എന്ന് പറയുമ്പോൾ കുറെ പോകുന്നില്ല അല്ലെ, കുറെ ഒരു ഞെരുക്കത്തോടെ പോന്നെ. അതേസമയം കണ്ട, സോറി അത് ഹംസിന്റെ ക്വാളിറ്റി ഉണ്ട് എന്നാലും പറയാം. ജഹ്റിന്റെ ബാക്കി അക്ഷരം ഇപ്പൊ അബ് അജ് ഇതെല്ലാം നമ്മൾ കേൾക്കുന്നില്ലേ പുറത്തേക്ക് പോന്നെ. അപ്പം ഇതൊരു ഞെരുക്കത്തോടു കൂടി പുറത്തു പോകുന്നത് കൊണ്ടാണ് നഫ്ഹ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇനി ഇൻഷാ അല്ലാ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് റൂൾസിലേക്ക് കയറാം. അത് അടുത്ത ക്ലാസ് നമുക്ക് എടുക്കാം ഇൻഷാ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
റെക്കോർഡായിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, ഇത് റെക്കോർഡായിട്ടില്ല തോന്നും കേട്ടാ. നോക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്ക് ഇപ്പോഴാ കയറാൻ പറ്റിയത്. എന്റെ ഫോണിൽ ചെറിയതില്ലായിരുന്നു, നെറ്റിന്റെ പ്രശ്നം. അപ്പൊ അതെ, റെക്കോർഡ് ആയിട്ടില്ല, ഇപ്പോൾ ടെൻഷന്. റെക്കോർഡായിന് കേട്ടാ. പിന്നെ എന്താ ചെയ്യാ ക്ലാസ്? റെക്കോർഡായിന്. ആയിക്കണേ. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്ക്. ആമീൻ.